ഡൽഹി ക്യാൻറ്റിൽ നിന്ന് കുറച്ച് അകലെയുള്ള റോഡിൽ കൂടി ഒരു ടാക്സി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് കാലം മുതൽക്കേ ആ ഏരിയയിൽ പ്രേതങ്ങളുടെ ശല്യം ഉള്ളത് കാരണം രാത്രി കാലങ്ങളിൽ ടാക്സിക്കാരും ആ വഴി പോവില്ലായിരുന്നു. പക്ഷെ ടാക്സി നമ്പർ 2611 ഓടിക്കുന്ന ഡ്രൈവർ പേടിയില്ലാതെ ആ വഴി പോവുകയായിരുന്നു. അപ്പോഴാണ് റോഡിന്റെ അരികിലായിട്ട് 2 ആൾക്കാർ നിൽക്കുന്നത് അയാൾ കണ്ടത്. ആ ആൾക്കാർ ഡ്രൈവറിനടുത്ത് ലിഫ്റ്റ് ചോദിച്ചു. അയാൾ കാർ നിർത്തി. നിങ്ങൾ ലക്ഷ്മി നഗർ സ്റ്റേഷനിലേക്ക് പോകുമോ? അത് കേട്ടപ്പോൾ ആ ഡ്രൈവർ അവരെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, പോകാം, കയറിക്കൊള്ളൂ. അത് കേട്ടപ്പോൾ ആ 2 ആൾക്കാരും പരസ്പരം നോക്കി. അതിനുശേഷം ടാക്സിയിലേക്ക് കയറിയിരുന്നു. രാത്രി സമയത്ത് ഈ വഴി ഒരു ടാക്സി വരുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എനിക്ക് തോന്നുന്നത് ഇവൻ ഡൽഹിയിൽ പുതിയ ആളാണെന്ന്. ഇല്ലെങ്കിൽ ഡൽഹി ക്യാൻറ്റ് ഏരിയയിൽ രാത്രി ഈ വഴി വരുന്നത് അപകടമാണെന്ന് ഇവൻ അറിയാതിരിക്കുമോ? എന്തായാലും നല്ല കാര്യം. ക്യാൻറ്റ് ഏരിയയിൽ വന്ന ഉടനെ തക്കം നോക്കി നമ്മുടെ കാര്യം അങ്ങ് നടത്തിയേക്കാം. ഓക്കെ? കൂട്ടുകാരൻ മറ്റേയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ. ഇതാണെങ്കിൽ പുതിയ ടാക്സി. ഇന്ന് നമ്മൾ കോൾ അടിച്ചു തന്നെ. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഡ്രൈവർ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർ പറഞ്ഞ എന്താണെന്നൊന്നും ഡ്രൈവർക്ക് മനസ്സിലായി കാണില്ലായിരിക്കാം. സർ, ഈ സമയത്ത് ലക്ഷ്മി നഗറിൽ നിങ്ങൾക്ക് എന്താണ് ജോലി? ഈ രാത്രി സമയത്ത് ക്യാൻറ്റ് ഏരിയയിൽ പോകാൻ ആരും ധൈര്യപ്പെടാറില്ല. എന്താ, അത്രയ്ക്ക് അത്യാവശ്യം വല്ലതുമാണോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ ചോദിക്കുന്ന കാശ് ഞങ്ങൾ തരും. ക്യാൻറ്റ് ഏരിയയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നിർത്തിയാൽ മതി. ശരി സർ. ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയത്തിനുള്ളിൽ ടാക്സി ക്യാൻറ്റ് ഏരിയയിൽ എത്തിച്ചേർന്നു. ആ പ്രദേശം ആകെ ശാന്തമായിരുന്നു. കാർ ഒരു കൊടുങ്കാട്ടിനരികിലേക്ക് എത്തി. ഇതാണ് ശരിയായ സമയം, തുടങ്ങിക്കോ. അത് കേട്ടതും മറ്റേയാൾ തന്റെ പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്തു. എന്നിട്ട് ആ കത്തി ഡ്രൈവറുടെ കഴുത്തിൽ വെച്ചു. അല്ല സർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ടാക്സി മര്യാദയ്ക്ക് സൈഡിൽ നിർത്ത്. പറയുന്നത് കേട്ടാൽ മാത്രം മതി. ഡ്രൈവർ ആകെ പേടിച്ചു പോയി. അയാൾ പെട്ടെന്ന് കാറ് റോഡിന്റെ അരികിലേക്ക് നിർത്തി. നീ പെട്ടെന്ന് പുറത്തിറങ്ങ. അയാൾ പറയുന്നത് കേട്ട് ടാക്സി ഡ്രൈവർ പുറത്തിറങ്ങി. അപ്പോൾ മറ്റേയാള് ഡ്രൈവറുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിനക്ക് നിന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. ഞങ്ങൾ എന്തായാലും നിന്റെ ടാക്സി എടുത്ത് കഴിഞ്ഞു. ഇനി നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ ജീവനായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോ ആ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തു പറ്റിയടാ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മര്യാദയ്ക്ക് നിന്റെ കാർ ഇവിടെ വിട്ടിട്ട് നീ ഓടിപ്പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് മുറിച്ചിട്ട് നിന്റെ ഈ ചിരി ഞങ്ങൾ അങ്ങ് അവസാനിപ്പിക്കും. ഇത് കേട്ടപ്പോൾ ടാക്സി ഡ്രൈവർ തന്റെ കഴുത്തിലിരുന്ന കത്തിമേൽ കയറി പിടിച്ചു. എന്നിട്ട് അയാൾ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് സാർ മുറിക്കാൻ പോകുന്നത്? ഇതാ ഇങ്ങനെയാണോ? ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഡ്രൈവർ കത്തി കൊണ്ട് തന്റെ കഴുത്ത് സ്വയം മുറിച്ചു. അയാളുടെ കഴുത്തിൽ നിന്നും രക്തം വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് അയാൾ തറയിൽ വീണു. ഇത് കണ്ടുകൊണ്ടിരുന്ന 2 പേരും അമ്പരന്ന് പോയി. പേടിച്ചു വിറച്ചവർക്ക് ശബ്ദമേ വന്നില്ല. എടാ, ഇവനെന്താ ഭ്രാന്താണോ? ഇവരെന്തിനാണ് സ്വയം മരിച്ചത്? നമുക്ക് ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം. ആരെങ്കിലും കണ്ടാൽ നമ്മൾ അകത്തു പോകും. പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. അപ്പോഴേക്കും താഴെ വീണ ഡ്രൈവർ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ ആ ഡ്രൈവറുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. അതുപോലെ മുഖവും ഭയാനകമായിരുന്നു. എടാ വിഡ്ഢികളെ, ഞാൻ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നെ കൊല്ലുന്നാണോ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത്? ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചു വിറച്ചു. അവർ രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഡ്രൈവർ തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് 2 പേരുടെ കഴുത്ത് വെട്ടി മുറിച്ചു. അങ്ങനെ ആ 2 ദുഷ്ടന്മാരും ആ റോഡിൽ മരിച്ചു വീണു. അങ്ങനെ അവരുടെ കഥ കഴിഞ്ഞു. ആ സംഭവത്തിന് ശേഷം മാസം തോറും ക്യാൻറ്റ് ഏരിയയിൽ ഏതാനും ശവങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പാണ്. പോലീസിന് ഒരിക്കലും ഈ കാര്യം മനസ്സിലായില്ല. ഒരുപാട് അന്വേഷിച്ചിട്ടും ഈ മരണങ്ങളുടെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ക്യാൻറ്റ് ഏരിയയിൽ എല്ലാ മാസവും പലരും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരതിശയം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് മരിക്കുന്ന പലരും ഒന്നുകിൽ മോഷണം നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിരിക്കും. ആ റിപ്പോർട്ട് ക്ലോസ് ചെയ്ത് ഫയൽ മേശയുടെ പുറത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് ആരായിരിക്കും? ക്രിമിനലുകളെ മാത്രം കൊല്ലുന്നത് ടാർഗറ്റ് ആക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഞാൻ ഡൽഹിയിലെ ക്യാൻറ്റിൽ പോയി അത് ആരാണെന്ന് കണ്ടുപിടിക്കും. ഇൻസ്പെക്ടർ പൂജ ഷെഖാവത്ത് രാത്രി തനിയെ ആ സ്ഥലത്തേക്ക് പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. രാത്രി ഏകദേശം 9 മണിക്ക് ക്യാൻറ്റ് ഏരിയ റോഡിൽ പൂജ ഷെഖാവത്ത് യൂണിഫോം ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരിയെ പോലെ നിന്നു. അപ്പോൾ റോഡിലൂടെ ഒരു ടാക്സിക്കാർ വരുന്നത് അവൾ കണ്ടു. അവളുടെ അരികിലെത്തിയപ്പോൾ ഡ്രൈവർ കാർ നിർത്തി. അവൾ ആ ടാക്സിയിലേക്ക് നോക്കി. അതിന്റെ നമ്പർ 2611 ആയിരുന്നു. ഈ ക്യാൻറ്റ് ഏരിയയിൽ നിന്നും എന്നെ സിറ്റിയിലേക്ക് കൊണ്ടുപോകാമോ? കാറിലോട്ട് കയറിക്കോളൂ മാഡം. അത് കേട്ടപ്പോൾ പൂജ ആ കാറിനുള്ളിൽ കയറിയിരുന്നു.
അവൾക്ക് എന്തൊക്കെയോ വിചിത്രമായി തോന്നി. റോഡിലൂടെ യാതൊരു വണ്ടിയും ഓടാത്ത ഈ സമയത്ത് എങ്ങനെയാണ് ഈ ഡ്രൈവർ മാത്രം ഒരു ഭയമില്ലാതെ വണ്ടി ഓടിക്കുന്നത്? അപ്പോഴാണ് റോഡിന്റെ ഒരു അരികിലായിട്ട് മറ്റൊരാൾ നിൽക്കുന്നത് കണ്ടത്. അയാൾ ഒരു ഷാൾ പുതച്ചിരുന്നു. ആ ഷാൾ കൊണ്ട് മുഖവും മറയ്ക്കപ്പെട്ടിരുന്നു. പറയൂ സാർ, എങ്ങോട്ടാണ് പോകേണ്ടത്? എന്നെ ഈ ക്യാൻറ്റേരിയയിൽ നിന്നും കുറച്ച് പുറത്ത് നാക്കി തരാവോ മോനെ? അത് കേട്ടതും വണ്ടിയുടെ പുറകെ കയറിക്കൊള്ളാൻ ഡ്രൈവർ പറഞ്ഞു. കാറിൽ പൂജയുടെ അടുത്തിരുന്നിട്ട് പോലും അയാൾ തന്റെ മുഖം മറച്ചിരുന്ന ആ തുണി എടുത്ത് മാറ്റിയില്ല. മുഖം മൂടി തന്നെ ഇരുന്നു. പൂജ അയാളുടെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് ആ മനുഷ്യൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മരണം അടുത്തിരിക്കുന്നു. രണ്ടുപേരെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. പെട്ടെന്ന് അയാൾ തന്റെ മുഖത്തുനിന്ന് ഷാൾ എടുത്തു മാറ്റി. അയാളുടെ മുഖം കണ്ടപ്പോൾ പൂജ ആകെ ഭയന്നു പോയി. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങ്, ഇല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്ന് എന്നെ പോലൊരു പ്രേതമായി ഞാൻ അലയാൻ വിടും. ഇത് കേട്ടപ്പോൾ പൂജയാകെ പേടിച്ചുപോയി. അവൾക്ക് കാര്യം മനസ്സിലായി. ഇയാൾ ഒരു പ്രേതമാണ്. ഒരു പ്രേതമാണ് തന്റെ അരികിലിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തന്റെ ജീവൻ നഷ്ടപ്പെടും. ഇപ്പോ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും ചോര കുടിക്കാൻ പോവുകയാണ്. ടാക്സി നിർത്തൂ, ഇല്ലെങ്കിൽ ഇയാൾ നമ്മളെ കൊന്നുകളയും. ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടി. എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇവൻ ഒരു പ്രേതമാണെങ്കിൽ പിന്നെ ഞാൻ ആരാ? മുന്നോട്ട് നോക്കിയിരുന്ന അവന്റെ കഴുത്ത് പെട്ടെന്ന് തന്നെ പുറകോട്ട് തിരിഞ്ഞു. അത് കണ്ടപ്പോ പ്രേതവേഷം കെട്ടിവന്ന ആളും പൂജയും ആകെ അമ്പരന്ന് പോയി. ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി പ്രേതവേഷം കെട്ടി നീ അവളെ പേടിപ്പിക്കുകയായിരുന്നോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നിന്റെ ഈ നാടകം ഇന്നത്തോടെ അവസാനിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ പ്രേതം അയാളുടെ കഴുത്തിന് പിടിച്ചു. അങ്ങനെ പ്രേതവേഷം കെട്ടിയ ആളും മരിച്ചുപോയി. ഈ കാഴ്ചകളെല്ലാം കണ്ട് പൂജ ആകെ പേടിച്ച് വിറച്ചു. ഒരു കാര്യം അവൾക്ക് ഉറപ്പായി, തന്റെ ജീവൻ പോകാനോ അധികം താമസമില്ലായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട മാഡം, ഞാൻ തെറ്റ് ചെയ്യുന്നവരെ മാത്രമേ കൊല്ലുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ തന്റെ കാർ സ്പീഡിൽ ഓടിച്ചു. എന്നിട്ട് ക്യാൻറ്റ് ഏരിയയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കാർ നിർത്തി. പൂജ കാറിൽ നിന്ന് പുറത്തിറങ്ങി അയാളോട് ഇങ്ങനെ ചോദിച്ചു. എന്തിനാ നീ ഇതുപോലെ ജനങ്ങളെ കൊല്ലുന്നത്? അതുപോലെ എത്ര ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ ജീവനോടിരിക്കുന്ന സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ തന്നെയായിരുന്നു. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ 2 കള്ളന്മാർ എന്റെ ടാക്സിയിൽ വന്ന് കയറി. അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകാതെ പോയി. ആൾക്കാർ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വണ്ടി എത്തിയപ്പോൾ എന്നെ കൊന്നിട്ട് അവർ എന്റെ ടാക്സി മോഷ്ടിച്ചുകൊണ്ടുപോയി. പക്ഷെ ഞാൻ മരിച്ചതിന് ശേഷം എന്റെ പ്രേതം ആ 2 കള്ളന്മാരെയും കൊന്ന് പകരം വീട്ടി. അന്ന് മുതൽ ഇതുപോലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും ഞാൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ആ ദുഷ്ടന്മാർ ഇങ്ങനെ മോഷ്ടിക്കുന്നത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ടാക്സിക്കാരുടെ അടുത്ത് നിന്ന് കള്ളന്മാർ ഇങ്ങനെ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴൊക്കെ അവരെ ഇല്ലായ്മ ചെയ്യാൻ നേരിട്ടെത്തും ടാക്സി നമ്പർ 2611.